ഇന്ന് നമുക്ക് അസാധ്യ രുചിയിലുള്ള ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇത് ഒരു കപ്പ് ഫ്രൂട്ട് സലാഡ് കഴിച്ചാലൊന്നും നമുക്ക് മതി വരില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ നമുക്ക് എടുക്കാം. ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതാണെന്ന് ഒന്ന് കമൻ്റ് ആക്കണേ. നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ്, നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഏതാണെന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കണേ. ഞാനും അറിയട്ടെടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സൊക്കെ ഏതാണെന്ന്. അതൊക്കെ ഒരു ഷെയർ ആക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയല്ലേ നമ്മുടെ കമൻറ്റ് ബോക്സ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ ഏതെങ്കിലും ഉണ്ടാവുമല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ടതും നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് അതൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ പേരൊന്ന് കമൻ്റ് ആക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ആപ്പിൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. റോബസ്റ്റ പഴവും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു ഓറഞ്ചും ഇതും ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഓറഞ്ച് നല്ല പുളിയില്ല ഓറഞ്ചാണ്. അപ്പോൾ ഇതൊന്ന് തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ചേർത്തതിനെ കൊണ്ട് കുഴപ്പമൊന്നും വരാനില്ല. എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് വാങ്ങിയ ഫ്രൂട്ട്സൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. അടിപൊളിയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതാ പപ്പായയും എടുത്തിട്ടുണ്ട്. പപ്പായ കുറച്ച് അരക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. പപ്പായൻ്റെ ഹാഫ് നമ്മൾക്കിതിൽ കട്ട് ചെയ്തിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും ഒരു ഹാഫ് ഒന്ന് അരക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാൽഭാഗം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ സ്ട്രോബെറിയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കലാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച പപ്പായൻ്റെ ഒരു ഹാഫ് ഭാഗം കൂടിയില്ലേ, കാൽഭാഗം, ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നുള്ളത്. ഇതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നുള്ളത്. അപ്പോൾ പപ്പായ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രഷ് ക്രീം, അമുൽ ഫ്രഷ് ക്രീം അതെടുക്കാം. ഇവിടെ കിട്ടുന്ന ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേബി സൗണ്ട് ആക്കുന്നുണ്ട് കേട്ടോ. സോറി പറഞ്ഞു ബേബി സോറി പറഞ്ഞേ. ബായ് പറഞ്ഞേ. ബായ് ഷിയോ. ഇനി ഇതിലേക്ക് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുക ചെയ്യുന്നുള്ളത്. ഇനി നമ്മളൊരു ബൗളിലേക്ക് സെറ്റാക്കലാണ് കേട്ടോ. ഒരു ബൗളിലേക്ക് എന്താ ബേബി, ഇനി ബൗളിലേക്ക് എല്ലാ ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്ത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നുള്ളത്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സാണ് പപ്പായൻ്റെ മിക്സ്, അതാണ് ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ഒരു അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ആ ഐസ്ക്രീമും ആ ഫ്രഷ് ക്രീമും എല്ലാം കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഈ പപ്പായൻ്റെ ആ ഒരു ഫ്ലഷ് അടിച്ചതും ബ്ലെൻഡ് ചെയ്തതും ഒക്കെ കൂടി വരുമ്പം വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചാലൊന്നും നമ്മൾക്ക് മടുപ്പ് തോന്നാത്തൊരു ടേസ്റ്റ് കേട്ടോ. ഓവർ മധുരം, സ്വീറ്റ് ഓവറില്ലാതെ നല്ലൊരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ ഇത്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി നമുക്ക് സെർവ് ചെയ്യലാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കപ്പിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ബേബിഷേ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യാൻ പറഞ്ഞേ. ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യാൻ പറഞ്ഞേ. പറഞ്ഞ അസി ബേബി പറ. എന്നാ പിന്നെ ടാറ്റ ബായ് പറഞ്ഞേ. ഷിയോ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന
ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരാം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വരും എന്ന് ഉറപ്പുള്ളൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ മോശമാണ് നമ്മുടെ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെ വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.